ആഘോഷങ്ങൾ ഏതുമാവട്ടെ, നിങ്ങളുടെ മനസ്സിലുണ്ടോ മാക്സിലുണ്ട്. മാക്സ് വെഡിംഗ് സെന്റർ, ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത. പള്ളിക്കൽ പഞ്ചായത്ത് വാർഡ് 18 കുരുന്നുമക്കൾക്ക് പുതുവത്സര സമ്മാനമായി പുതിയ അങ്കണവാടി കെട്ടിടം സമർപ്പിച്ചു. അങ്കണവാടി കെട്ടിട ഉദ്ഘാടനം നാട്ടുകാർ നാടിന്റെ ഉത്സവമാക്കി. പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് വാർഡ് 18 അങ്കപ്പറമ്പിൽ നിർമ്മാണം പൂർത്തീകരിച്ച വള്ളിക്കോട്ടുചാലി അംബേദ്കർ ഗ്രാമം അങ്കണവാടി പുതുവത്സര സമ്മാനമായി നാടിന് സമർപ്പിച്ചു. പാട്ടും ഡാൻസും ഉൾപ്പെടെയുള്ള വിവിധ കലാപരിപാടികൾ ഒരുക്കിയ ഉദ്ഘാടനാഘോഷം നാട്ടുകാർ നാടിന്റെ ഉത്സവമാക്കുകയായിരുന്നു. ഉച്ചയോടെ നടത്തപ്പെട്ട ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികൾ രാത്രി 10ഓടെയാണ് സമാപിച്ചത്. 2 പതിറ്റാണ്ടിലേറെ കാലം ഇതേ സ്ഥലത്ത് പ്രവർത്തിച്ചിരുന്ന അങ്കണവാടി കെട്ടിടത്തിന് ഇടിമിന്നലിൽ വിള്ളലേറ്റതിനെ തുടർന്ന് വാടക കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് 17 ലക്ഷം രൂപ വകയിരുത്തിയാണ് കെട്ടിടത്തിന്റെ പുനർനിർമ്മാണം നടത്തിയത്. കെട്ടിടോദ്ഘാടനവും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തപ്പെട്ട കലാ സാംസ്കാരിക സംഗമവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു. അങ്കണവാടി ഡിജിറ്റലാക്കുമെന്നും കെട്ടിടത്തിനു മുകളിൽ സാംസ്കാരിക നിലയം വേണമെന്നുള്ള വാർഡ് മെമ്പറുടെ ആവശ്യം പരിഗണിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രസിഡന്റ് പറഞ്ഞു. ഈ ഒരു സ്ഥാപനത്തെ തീർച്ചയായും നമ്മുടെ മക്കളുടെ ആദ്യ അക്ഷരം കുറിക്കുന്നതും ഈ ഒരു അങ്കണവാടികളിൽ നിന്നാണ്. അങ്കണവാടി പഴയ പോലെ ഒന്നുമല്ല. ഇപ്പോൾ അങ്കണവാടി രാവിലെ ചെല്ലുമ്പോൾ തന്നെ ഇവിടെ ഒരു പ്രാതൽ ഭക്ഷണം നൽകും. അത് കഴിഞ്ഞ് കുട്ടികളുടെ എല്ലാ പോഷകാഹാരങ്ങളും ഒരു കുട്ടിക്ക് ഏതൊക്കെ തരത്തിലാണോ ആവശ്യമായ ആഹാരങ്ങളൊക്കെ നോക്കി അതിന് പ്രത്യേകമായ ഒരു ചാർട്ടുണ്ട്. ആ ചാർട്ടിൽ നോക്കി ആണ് കുട്ടികൾക്ക് ഓരോ ആഴ്ചയിലും ഓരോ ദിവസങ്ങളിലും ഭക്ഷണം നൽകുന്നത്. കുട്ടികൾ ആദ്യമായി എങ്ങനെ ഒരു സഹപാഠിയുടെ കൂടെ നിന്ന് എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ കിടന്നുറങ്ങണം, എങ്ങനെ പെരുമാറണം, ആദ്യമായി അക്ഷരം എങ്ങനെ എഴുതി തുടങ്ങണം എന്നൊക്കെ പഠിപ്പിക്കുന്നത് ഒരു വിദ്യാഭ്യാസ മേഖലയുടെ നമ്മുടെ പല ആളുകളും അത്യുന്നതയിലെത്തിയ വിദ്യാഭ്യാസപരമായി അല്ലെങ്കിൽ ഒരുപാട് ഉയർന്ന തലങ്ങളിൽ എത്തിയിരിക്കുന്ന ആൾക്കാരൊക്കെ ഇതുപോലെ അംഗനവാടികളിൽ നിന്ന് പോയതാണ്. ഞങ്ങളൊക്കെ സ്കൂളിൽ PTA കമ്മിറ്റിയിലൊക്കെ പങ്കെടുക്കാറുണ്ട്. PTA മെമ്പർമാരാണ്. അംഗനവാടി തലങ്ങളിൽ ചെല്ലുന്ന മക്കളുടെ ഒരു പ്രത്യേകമായ കഴിവ് അവർക്ക് അവിടെ ഏത് തലത്തിൽ ചെന്നാലും അവർക്ക് ഉണ്ടാവാറുണ്ട്. അത് എല്ലാ അർത്ഥത്തിലും ആ സ്കൂളുമായി ബന്ധപ്പെട്ട സഹപാഠികളോട് പെരുമാറുന്നതിനും ഭക്ഷണം കഴിക്കുന്നതും മറ്റർത്ഥങ്ങളിലൊക്കെ അവർക്ക് ആ ഒരു മര്യാദ അംഗനവാടികളിൽ നിന്നും കൈവരിച്ചുകൊണ്ടാണ് അവർ അംഗനവാടിയിൽ വരുന്ന കുട്ടികൾ പോവാറ്. ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് എല്ലാ മേഖലയും നമ്മുടെ മക്കളൊക്കെ ഇന്ന് നമ്മൾ പല SSLCയും അതുപോലെ LSSും USSും ഒക്കെ റിസൾട്ട് വരുമ്പോൾ സമയത്ത് നമ്മുടെ കുട്ടികളൊക്കെ വിളിച്ച് ആദരിക്കുമ്പോൾ അവരുടെ ഒക്കെ അടിസ്ഥാന വിദ്യാഭ്യാസം ഒരുപാട് ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന നമ്മുടെ ഇവിടെ സാധാരണക്കാർ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഒരു പഠനങ്ങൾക്ക് നമ്മളെ VPK MHSലൊക്കെ ഇഷ്ടംപോലെ +2 ഈ പ്രദേശത്ത് അത്ര നല്ല സ്കൂളുകളില്ല. വാർഡ് മെമ്പർ പറമ്പൻ നീലകണ്ഠൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് K വിമല, കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ VP അബ്ദുൽ ഷുക്കൂർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കമർബാൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പഴേരി സുഹ്ര, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, അങ്കണവാടി അധ്യാപിക PP സുബൈദ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. 3.5 പതിറ്റാണ്ട് മുൻപ് അങ്കണവാടിയുടെ സ്ഥാപിത കാലത്ത് സേവനമനുഷ്ഠിച്ച അധ്യാപിക ശോഭന ടീച്ചർ, ഹെൽപ്പർ പങ്കജാക്ഷി എന്നിവരെ വേദിയിൽ വെച്ച് സ്നേഹോപഹാരം നൽകി ആദരിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഷെബീർ ഷായുടെ നേതൃത്വത്തിലുള്ള ഗാനവിരുന്നും കുട്ടികളുടെയും പ്രദേശത്തെ കലാകാരന്മാരുടെയും പാട്ടും ഡാൻസും ഉൾപ്പെടെയുള്ള വിവിധ കലാപരിപാടികളും അരങ്ങേറി.